ഗോദ്ര തീവെപ്പുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ കൂടി ശിക്ഷിച്ചതായി വാർത്തകളുണ്ട്. അത് പക്ഷേ കേരളത്തിലെ ഒറ്റ പത്രങ്ങളിലും വന്നില്ല. എന്തുകൊണ്ടാണ് അത്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്കും ചാനലുകൾക്കും ഗോത്ര എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അവർ ഗുജറാത്ത് കലാപം, ശൂലം, ഭ്രൂണം, ഗർഭിണി എന്നൊക്കെ പറയും. ഗോദ്രയെ കുറിച്ച് പറയത്തില്ല. ഇപ്പോൾ ഗോദ്ര എമ്പുരാൻ സിനിമ വന്നതിന് ശേഷം വലിയ ചർച്ചയായി. ചർച്ചയായതുകൊണ്ടല്ല, അതിൻ്റെ കേസിൻ്റെ നടപടികൾ ഇങ്ങനെ തുടർന്നു പോകുന്നതിൻ്റെ ഭാഗമായി 3 പേരെ ഗോദ്രയിൽ ഈ ട്രെയിനിന് സബർമതി എക്സ്പ്രസ്സിന് 2002 ഫെബ്രുവരി 7 തീ വച്ച കേസിലെ 3 പ്രതികളെ കൂടി കോടതി ശിക്ഷിച്ചു. ഒറ്റ പത്രത്തിൽ, വിനു പറഞ്ഞ പോലെ മലയാളത്തിലെ ഒരു പത്രത്തിലും ഒരു ചാനലിലും വാർത്തയായില്ല. സത്യത്തിൽ ഈ ഗോദ്ര വിവാദം വീണ്ടും ഇത്രയും സജീവമായി കൊണ്ടിരിക്കെ അത് വാർത്തയാക്കേണ്ടതല്ല. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ സ്ഥിരമായി കാണിക്കുന്ന ഹിന്ദു വിരുദ്ധതയുടെ ഭാഗമെന്നോണം ഈ വാർത്തയും തമസ്കരിച്ചു. നമുക്കറിയാം 2002 ഫെബ്രുവരി 7 രാവിലെ 8:30 മണിക്കാണ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് 1 മണിക്കൂർ കഴിഞ്ഞ 1 കിലോമീറ്റർ എത്തിയ ഫാദിയ സിഗ്നലിലെത്തിയപ്പോൾ ചെയിൻ വലിച്ച് സബർമതി എക്സ്പ്രസ് നിർത്തിയത്. എന്നിട്ട് ഒരു സംഘം ആളുകൾ, 1000-ഓളം ആളുകൾ അവിടുത്തെ ഫാദിയ എന്ന് പറയുന്ന ആ പ്രദേശത്ത്, ഫാദിയ സിഗ്നലിനടുത്ത് താമസിക്കുന്ന കച്ചിൽ നിന്നുള്ള മുസ്ലിംകൾ, അവർ ഈ ട്രെയിൻ വളഞ്ഞു. നേരത്തെ തീരുമാനിച്ച പ്രകാരം ആളുകൾ ട്രെയിനിനുള്ളിൽ കയറി പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചു. അങ്ങനെ 59 പേര് കൊല്ലപ്പെട്ടു. 27 വനിതകളായിരുന്നു, 10 പേർ കുഞ്ഞുങ്ങളായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം, ഒരുപാട് ചർച്ച ചെയ്താണ്. ഏതായാലും തീവെപ്പ് കേസിലെ ചില പ്രതികൾ ഒളിവിലായിരുന്നു. അവരെ ഈ വർഷങ്ങൾക്ക് ശേഷം പലയിടത്തായി പിടികൂടിയിരുന്നു. അന്ന് 17 വയസ്സുള്ള 6 പേർ ഒളിവിൽ പോയിരുന്നു. പക്ഷെ 17 പ്രായപൂർത്തിയാവാത്തവർ. ഇവരെ പോലീസ് 17 മാത്രമല്ല 14-നും 17-നും ഇടയ്ക്ക് പ്രായമുള്ള 6 പേർ ഒളിവിൽ പോയിരുന്നു. അല്ലെങ്കിൽ അവരെ ഒളിപ്പിച്ചു എന്ന് പറയാം, കുട്ടികളാണല്ലോ. പക്ഷേ അവരെ പോലീസ് പിടികൂടി. അവരുടെ വിചാരണ സെപ്പറേറ്റ് ആയിട്ട് നടന്നു. അതിൽ 3 പേരെ കഴിഞ്ഞ ദിവസം, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഗോദ്രയിലെ കേസ് പരിഗണിക്കുന്ന കോടതി കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷിച്ചു. ഈ വാർത്തയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുക്കിയത്. അപ്പോൾ 23 വർഷത്തിന് ശേഷമാണ് ഒളിവിൽ പോയ ഇവരുടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി. 6 പേരുണ്ടായിരുന്നു. 6 പേരിൽ 3 പേരെ ശിക്ഷിച്ചു, 3 പേരെ വെറുതെ വിട്ടു. അപ്പോൾ ഇവരെല്ലാവരും പ്രായപൂർത്തിയാവാത്ത ആളുകളായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അവർക്ക് 40 വയസ്സ് വരെ ഉള്ളവരുണ്ട്. കാരണം 23 വർഷം കഴിഞ്ഞു, 17 വയസ്സ് വരെ ഉള്ളവരുണ്ട്, 40 വയസ്സും 34 വയസ്സും ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഇപ്പോഴും കോടതി അന്ന് ജുവനൈൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തവരായതുകൊണ്ട് അന്ന് കേസിൽപ്പെട്ട പ്രതികളുടെ പേര് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോഴും അതിൻ്റെ പേരുകൾ പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ പോലും 3 പേരെ ശിക്ഷിച്ചു. അപ്പോൾ നമ്മൾ പറയുന്ന ഗുജറാത്ത് കേസ്, ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് പറയുന്നു. 790 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. ചിലരൊക്കെ പറഞ്ഞ 2000 പേരെ നരേന്ദ്രമോദി കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ കലാപം ഉണ്ടാകുന്നത്. ഏതായാലും 790 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു ഗുജറാത്ത് കലാപത്തിൽ നിന്നാണ് ഔദ്യോഗിക കണക്ക്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് നേരെ നടന്ന കൂട്ടക്കൊല എന്നൊക്കെയാണല്ലോ സിനിമയിലും ഒക്കെ കാണിക്കുന്നത്. പക്ഷേ 254 ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ കലാപം ഏകപക്ഷീയം ആയിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അപ്പോൾ ഗോദ്രയിൽ ഈ പറഞ്ഞ പോലെ 59 പേരെ, 10 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 27 വനിതകൾ ഉൾപ്പെടെ ഉള്ളവരെ ഒരു തീവണ്ടിയുടെ S6 എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റ് മനഃപൂർവ്വം ആക്രമിച്ച് തീവച്ച് കൊന്ന കേസ്. അത് പറയാതെയാണ് ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കേസിൽപ്പെട്ട ആളുകളെ വീണ്ടും അന്ന് ആദ്യഘട്ടത്തിൽ വിചാരണയ്ക്ക് കിട്ടാത്ത ആളുകളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് അവരുടെ വിചാരണ സെപ്പറേറ്റ് പൂർത്തിയാക്കി അതിൽ ശിക്ഷ വിധിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചർച്ചയാവാത്തത്? കാരണം അവരെ സംബന്ധിച്ച് ഈ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഈ ഗോദ്രയെക്കുറിച്ച് പറയുന്നതേ ഇഷ്ടമല്ല. സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഈ 6 പേരിൽ 3 പേരെ വെറുതെ വിട്ടെന്നും 3 പേരെ ശിക്ഷിച്ചുവെന്നുകൂടി പറയണ്ടേ. ഇവർ ഈ വെറുതെ വിട്ടവരും 5 വർഷം ജയിലിൽ കിടന്നവരാ. അപ്പോൾ അവരുടെ 5 വർഷം പോയോ എന്നുള്ളവിടെ നിൽക്കട്ടെ. ഏതായാലും അവർ കേസിൽ പങ്കെടുക്കാത്തത് കൊണ്ടൊന്നുമല്ല. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ കൊന്ന് അയാൾ തന്നെ ഞാൻ കൊന്നു സമ്മതിച്ചു. പക്ഷെ വിചാരണ നടക്കുമ്പോഴത്തേക്ക് തെളിവില്ലെന്നും പറഞ്ഞ അയാളെ വിട്ടയക്കാം. പക്ഷെ കൊല്ലപ്പെട്ട ആൾ കൊല്ലപ്പെട്ടു. ആരാണെങ്കിൽ കൊന്നത്, ഇവനല്ലെങ്കിൽ മറ്റവനെ കൊന്നതാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. നമ്മുടെ നീതി സംവിധാനത്തിൽ അത്തരം ഒരു കാര്യം, ഒരു കൊലക്കേസിലെ പ്രതിയെ നിരപരാധി എന്ന് കണ്ട് വിട്ടാലും പിന്നെ ആരാണ് കൊലപാതകം നടത്തിയ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ബാധ്യത നിയമപരമായി ഇല്ലാത്തത് കൊണ്ട് ആ കൊല നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറയുന്നത് പോലെയാണ് 3 പേരെ വിട്ടയച്ചു. അവരിത് പങ്കെടുത്തിട്ടില്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത്രയും വലിയൊരു 1000-ഓളം ആളുകൾ ദിയോബന്തി
വിശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന കച്ച് മുസ്ലിംസാണ്. കച്ച് പ്രദേശത്ത് നിന്നുള്ള മുസ്ലിങ്ങൾ, പാകിസ്ഥാനിലും ഒക്കെ ഉണ്ട് ഈ കച്ചിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ. ഇവരാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഏതായാലും ഇപ്പം ഗോദ്ര സംഭവം കഴിഞ്ഞ സംഭവമാണ്, തീർന്ന സംഭവമാണ്. അത് ഒരു അങ്ങനെ ഒരു സംഭവമില്ല. ഗോദ്രയിൽ ഇങ്ങനെ ട്രെയിൻ ഓടിപ്പോകുന്ന ട്രെയിനിന് തന്നെ തീപിടിച്ചതാണ്, അത് വേണമെങ്കിൽ ട്രെയിൻ ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. ഗോദ്രയെക്കുറിച്ച് പറയാതിരിക്കുമ്പോൾ വീണ്ടും ഗോദ്ര സജീവമാക്കി ഗോദ്രയിൽ എന്താണ് നടന്നത് എന്ന് കാര്യമായി പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ എമ്പുരാൻ സിനിമ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എമ്പുരാൻ കാണുന്ന ഒരാൾ ഓർക്കുന്നത് എന്താ, എങ്ങനെയോ കുറേ ഹിന്ദുക്കൾ വന്നിട്ട് മുസ്ലിങ്ങളെ അങ്ങ് ആക്രമിക്കുന്നു. കാരണം 23 വർഷം മുമ്പാണ്. ഇന്നിപ്പോൾ 23 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് എന്താണ് ഗുജറാത്ത് കലാപം എന്നറിയില്ല. ഈ എമ്പുരാൻ സിനിമ കാണുന്ന ആളുകൾക്ക് ഏകപക്ഷീയമായി തോന്നുന്നത് ഹിന്ദുക്കൾ എന്തോ കാരണം കൊണ്ട് മുസ്ലിങ്ങളെ വേട്ടയാടി കൊന്നു എന്നേ ഉണ്ടാവത്തുള്ളൂ. അതാണ് ഈ സിനിമയുടെ ഒരു ചരിത്രപരമായ അനീതി. എന്തുകൊണ്ട് ഈ ഹിന്ദുക്കൾ പ്രകോപിതരായി ഒരു കുറെ ആളുകളെ മുസ്ലിംസ് മരിച്ചു എന്നുള്ളത് പോലും പറയുന്നില്ല. അല്ല, മുസ്ലിംസ് മരിച്ചതല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല. എന്തുകൊണ്ട് ഹിന്ദുക്കൾ പ്രകോപിതരായി എന്നതിന് ഈ സിനിമ ഒരു കാരണം പറയുന്നില്ല. ഗോദ്രയിൽ ട്രെയിനിന് തീ വെച്ചതുകൊണ്ട് കലാപകാരികൾ മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് തീ വെച്ചത് കൊണ്ടാണ് ഈ കലാപം ഉണ്ടായതെന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിയോബന്ദി മുസ്ലിം നേതാവായ മൗലാന ഹുസൈൻ ഉമർജിയുടെ നേതൃത്വത്തിൽ അവിടെ മുസ്ലിം കൗൺസിലറായ റസാഖ് കുർക്കുർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു. അയാളുടെ അമൻ ഗസ്റ്റ് ഹൗസിലാണ് ഈ സംഭവത്തിന്റെ തീവെപ്പിന്റെ തലേദിവസം ഗൂഢാലോചന നടത്തിയിട്ട് കർസേവകർ തിരിച്ചു വരുന്ന സബർമതി എക്സ്പ്രസ്സിൽ തീ വെക്കണമെന്ന് തീരുമാനിക്കുകയും അതിലുള്ള ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്ന് തീവണ്ടി അരമണിക്കൂർ ലേറ്റായ വന്നു. അപ്പോൾ ആളുകൾ ഈ ഫാദിയ സിഗ്നലിൽ അവിടെ ആൾക്കൂട്ടം കാത്തു നിൽക്കുകയാണ്. അവരോട് പറഞ്ഞു, ഒരു പാൻവാല, അതായത് മുറുക്കാൻ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ മുസ്ലിമാണ്, അയാൾ പറഞ്ഞു നിങ്ങൾ നോക്കണം ട്രെയിൻ അരമണിക്കൂർ ലേറ്റ് ആണ്. അങ്ങനെ കൃത്യമായി ഇൻഫർമേഷൻസ് വരെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ട്രെയിൻ ഒരാളെ തീവണ്ടിക്കകത്ത് കയറ്റിവിട്ടു. അയാളുടെ പേര് സാബിർ ബിൻ യാമിൻ എന്ന് പറയുന്ന ഒരാളെ ട്രെയിനിൽ ഗോദ്ര സ്റ്റേഷനിൽ നിന്ന് കയറ്റിട്ട് ചങ്ങല വലിക്കാൻ കയറ്റിവിട്ടു. എന്നിട്ട് അതിൻ്റെ വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ 2 കോച്ചുകൾ തമ്മിൽ ഘടിപ്പിക്കുന്ന ആ സാധനം ഇടനാഴി, അവിടെ തകർത്തിട്ട് അതുവഴിയാണ് അകത്തോട്ട് കയറി തലേന്ന് ഈ അമേൻ ഗസ്റ്റ് ഹൗസിൽ വാങ്ങി വെച്ചിരുന്ന പെട്രോള് ക്യാനുകളിലാക്കി കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ചിട്ടാണ് കത്തിക്കുന്നത്. ഈ സംഭവം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഈ സിനിമയെക്കുറിച്ച് ഉയർന്ന ഏറ്റവും വലിയ ഒരാക്ഷേപം. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് സിനിമ മാത്രമല്ല, മാധ്യമങ്ങളും ചെയ്യുന്നതാണ്. കാരണം ഇപ്പോഴും ഗോദ്ര സംഭവം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എമ്പുരാൻ സിനിമക്കാർ ചെയ്ത ഒരു വലിയ അനീതി വീണ്ടും ചർച്ചയാവും എന്നതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ കേസിലെ 3 പ്രതികളെ ശിക്ഷിച്ച കാര്യം പുറത്തു പറയാത്തത്. അതാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. 17 വയസ്സുള്ള ഈ കുട്ടികൾ, 17ഉം 14ഉം വയസ്സുള്ള കുട്ടികൾ, ഇന്നിപ്പോൾ അവർക്ക് 40 വയസ്സ് വരെ പ്രായമുണ്ട്. അവർ വീണ്ടും ജയിലിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ ചിലരൊക്കെ പറയുന്നത് ട്രെയിനിന് തീ വെച്ചതാണോ ഇല്ലയോ എന്ന് തീരുമാനമായിട്ടില്ല. കാരണം കേസ് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ അപ്പീലുണ്ട് എന്നതുകൊണ്ട് ആ സംഭവം ഇല്ലാതായിട്ടില്ല. സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്തു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് എന്നതുകൊണ്ട് ആ കേസിലെ നടപടി തീർന്ന് അയാൾ നിരപരാധിയാവുന്നില്ല. നമ്മുടെ മാധ്യമങ്ങളൊക്കെ പൊതുവെ ചെയ്യുന്നുണ്ട്. ഒരു കേസ് വന്നു, കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ EDയുടെ കേസാവട്ടെ, അല്ലെങ്കിൽ IT കേസാവട്ടെ, ഇൻകം ടാക്സിൻ്റെ കേസ് ആവട്ടെ, ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാൾ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ വലിയ വാർത്ത. ജാമ്യം കിട്ടിയതോട് കേസ് തീരുന്നില്ല. അതൊരു താൽക്കാലികമായ ഒരു റിലീഫ് മാത്രമാണ്. അതിനുശേഷം ട്രയൽ നടക്കും. ട്രയലിനകത്ത് ചാർജ് ഷീറ്റ് കൊടുത്ത് ട്രയൽ നടത്തി അവസാനം അക്വിറ്റൽ ആയാൽ മാത്രമേ കേസ് അവസാനിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ജാമ്യം കിട്ടിയാൽ ഉടൻ കേസ് തീർന്നു എന്ന തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടാടും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഗോദ്ര കേസിൽ വിചാരണ പൂർത്തിയായി മിനിഞ്ഞാന്ന് ഈ വീണ്ടും 3 പേരെ ശിക്ഷിച്ചു. അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ പ്രേക്ഷകരോട് ചോദിക്കാനുണ്ട്. കാരണം ഗോദ്രയെക്കുറിച്ച് പറയാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സത്യത്തിൽ ഇത് ഇത്രയും ഗോദ്ര വീണ്ടും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു കേസിൻ്റെ വിധി പറയുമ്പോൾ പറയേണ്ടതല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു നിലപാട് ഈ സംഘപരിവാർ വിരുദ്ധമൊന്നുമല്ല, ഹിന്ദു വിരുദ്ധമാണ്. കാരണം അവിടെ കൊല്ലപ്പെട്ട ഹിന്ദുക്കളാണ്, തീർത്ഥാടകരാണ്, ആ ട്രെയിനിൽ സഞ്ചരിച്ച യാത്രക്കാരാണ്. അവർക്ക് നേരെ നിങ്ങൾ യാത്രക്കാരെ തീ വെച്ച് കൊന്ന ഒരു സംഭവമാണല്ലോ അത്. പക്ഷേ യാത്രക്കാർ ഹിന്ദുക്കളാണെങ്കിൽ ഞങ്ങൾ വാർത്ത പറയത്തില്ല, കൊല്ലപ്പെട്ടത് എന്ന തരത്തിൽ വാർത്ത അറിയിക്കില്ല എന്ന തരത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ
ഇരട്ടത്താപ്പിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഗോദ്ര കേസിലെ 3 പ്രതികളെ കൂടി കോടതി ശിക്ഷിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ തമസ്കരിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.